കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടുകൂടെ വിശുദ്ധ മത്തായി അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേക്ക് മഹത്വം. അധ്യായം 7, 21 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, കർത്താവേ കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചു. എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിൻ്റെ മേൽ ആഞ്ഞടിച്ചു. അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലിനെ നമ്മൾ പ്രത്യേകം അനുസ്മരിക്കുന്നു. അദ്ദേഹം എഫേസസ് സൂനകദോസിൽ അധ്യക്ഷനായിരുന്ന ഒരു വ്യക്തിയാണ്. അവിടെയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദൈവ മാതൃത്വം സ്ഥാപിക്കപ്പെട്ട് ഇനി അത് ആ സത്യവിശ്വാസം അത് പ്രചരിപ്പിച്ച ഒരു വ്യക്തിയായിട്ട് സിറിലിനെ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു കാര്യം, തികഞ്ഞ ദൈവസ്നേഹിയായിരുന്നു ഈ മനുഷ്യൻ, തികഞ്ഞ ദൈവസ്നേഹി. അപ്പോൾ അവിടെ തന്നെ അദ്ദേഹത്തിന് വിശുദ്ധ കുർബാനയോടുണ്ടായിരുന്ന അതീവ സ്നേഹം അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. വിശുദ്ധ കുർബാന സ്വീകരണം അന്ന് കയ്യിൽ കുർബാന സ്വീകരിക്കുന്ന ആ സമയത്ത് അദ്ദേഹം കൊടുത്ത ഒരു നിർദ്ദേശം, നിങ്ങളുടെ ഇടത് കൈ വലത് കൈയുടെ മുകളിൽ വയ്ക്കുക, ഒരു കുമ്പിള് പോലെ നിങ്ങളുടെ കൈ പിടിക്കുക, എന്നിട്ട് ഭക്തിയാദരങ്ങളോടെ യേശുവിൻ്റെ ശരീരം സ്വീകരിക്കുക, ഒരു രാജാവിനെ പോലെ സ്വീകരിച്ച് ബഹുമാനത്തോടെ അത് ഭക്ഷിക്കുക. എന്നിട്ട് എന്തെങ്കിലും പൊടി പോലെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തട്ടിക്കളയാതെ അത് സ്വീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ വിശുദ്ധ കുർബാനയെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു വ്യക്തി. ഈശ്വറിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറയാത്തൊരു വ്യക്തി യേശു. അവൻ പറഞ്ഞൊരു കാര്യമാണ്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. നിങ്ങൾ എന്തിനിത് തലകൊണ്ട് മനസ്സിലാക്കാൻ പരിശ്രമിക്കുന്നു? ഒന്ന് വിശ്വാസത്തിൽ അംഗീകരിച്ചുകൂടെ? കാരണം ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലാത്ത വ്യക്തിയാണ് ഈ കാര്യം പറഞ്ഞത്, ഇതെൻ്റെ ശരീരമാണ്, ഇതെൻ്റെ രക്തമാണ്. വിശുദ്ധ സിറിൽ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാണാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞത്, ഉരുകിയ മെഴുകിലേക്ക് ഒഴിച്ചാൽ അത് ഒന്നായിത്തീരും. ഉരുകിയ മെഴുകിലേക്ക് ഒഴിക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ ശരിക്കും കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ നമ്മൾ ഭക്ഷിച്ച് പാനം ചെയ്യുമ്പോൾ ദൈവവുമായി നമ്മൾ ഒന്നായിത്തീരുന്നു. യോഗ്യതയോടെ ഈ ഒരു കാര്യം ചെയ്യാൻ ശ്രദ്ധിക്കുന്നവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യം ദൈവത്തോടൊന്നായിത്തീരുന്നു. അങ്ങനെയുള്ളവരുടെ അവകാശം വളരെ വലുതാണെന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം എടുത്താൽ മതി. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിക്കാം, നിങ്ങൾക്ക് ലഭിക്കും. ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ഫലസംദായകമായിരിക്കും എന്നുള്ളത്
കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മൂന്നാമതൊരു കാര്യം, വിശുദ്ധ സിറിൽ തികഞ്ഞ മരിയഭക്തിയായിരുന്നു. മാതാവിനോട് അങ്ങേയറ്റം ബഹുമാനവും സ്നേഹവും ഭക്തിയും ഉണ്ടായിരുന്ന വ്യക്തി, ആ ഭക്തി പ്രചരിപ്പിച്ചിരുന്ന വ്യക്തിയാണ്. ഇന്ന് ഈ വിശുദ്ധനെ തിരുസഭയിൽ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുവാൻ വേണ്ട കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആദ്യ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, തിന്മ ചെയ്താൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. തിന്മ ചെയ്താൽ അതുമൂലമുണ്ടാകുന്നത് നാശമാണ്. അനീതി വിതയ്ക്കുന്നവർ അനർത്ഥം കൊയ്യേണ്ടി വരും എന്നുള്ളത് സുഭാഷിതങ്ങൾ 22-ന്റെ 8-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ ബൈബിളിലേക്ക് നോക്കിയാൽ പല ബൈബിൾ കഥാപാത്രങ്ങളെ കാണാൻ സാധിക്കും. അവർ തിന്മ പ്രവർത്തിച്ചു, അതിൻ്റേതായിട്ടുള്ള ശിക്ഷ അവരനുഭവിക്കേണ്ടി വരികയും ചെയ്തു. ഇന്നത്തെ സുവിശേഷ ഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതിലേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ എടുക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോവുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ വാക്കുകളല്ല കർത്താവ് നോക്കുന്നത്, നമ്മുടെ ജീവിതം, നമ്മുടെ പ്രവൃത്തി. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട്, ഈ വാക്കുകളേക്കാൾ പ്രവൃത്തിക്ക് ശക്തിയുണ്ട്. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഒരുപാട് നമ്മൾ പറഞ്ഞു നടന്നാലും, ഒരുപാട് നമ്മൾ തലയ്ക്കകത്ത് നല്ല നല്ല ആഗ്രഹങ്ങൾ കൊണ്ടു നടന്നാലും പ്രവൃത്തിയിലേക്ക് വരുന്നില്ലെങ്കിൽ അതുകൊണ്ട് വലിയ ഫലമൊന്നുമില്ല. പറയുന്നുണ്ട്, സംസാരിച്ചാൽ പോരാ, പ്രവർത്തിക്കുന്നവരായിട്ട് മാറണം. ഇനി ഈ അനീതി പ്രവർത്തിക്കുന്നവരുടെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്ന ആരെയാണ്? വചനം കേട്ടിട്ട് അതനുസരിക്കാതിരിക്കുന്നവർ. വചനം വായിക്കും, വചനം കേൾക്കും, നല്ലതായിരുന്നു എന്നൊക്കെ പറയും, പക്ഷെ അത് അനുസരിക്കത്തില്ല. അങ്ങനെയുള്ളവരെക്കുറിച്ച് വചനം പറയാണ്, അനീതി പ്രവർത്തിക്കുന്നവർ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. പറയുന്നുണ്ട്, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വാക്കുകളെക്കാൾ പ്രധാനപ്പെട്ടതാണ് പ്രവൃത്തി. പ്രവൃത്തിയെക്കാളും വിലയുള്ള മറ്റൊരു കാര്യമുണ്ട് കേട്ടോ, അതാണ് പ്രാർത്ഥന. ചിലരുടെ തലയ്ക്കാതിരിക്കുന്ന ഒരാശയം, നമ്മൾ അങ്ങനെ ഒരുപാടിരുന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനേക്കാളൊക്കെ നമ്മൾ ഓടി നടന്ന് അധ്വാനിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, സഭ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, യേശുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥനയാണ് പ്രവർത്തിക്കുന്നതിനേക്കാൾ ശക്തം. കാരണം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ കൊണ്ട് നമ്മൾ പ്രവർത്തിപ്പിക്കുകയാണ്, പ്രവർത്തിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. നമ്മുടെ കഴിവ്, നമ്മുടെ സാമർഥ്യം, അതൊക്കെയാണ് അവിടെ ഉയർന്നു നിൽക്കുക. എന്നാൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തെ നമ്മൾ ഉയർത്തുന്നു, ദൈവം അവിടെ പ്രവർത്തിക്കുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഇഷ്ടം പോലെ സംഭവങ്ങൾ. പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പ്രവർത്തിച്ചതിൻ്റെ സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം എടുത്താൽ, ചെങ്കടലിനും ഇസ്രായേൽ ജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈജിപ്ത് സൈന്യത്തിനിടയ്ക്ക് നിൽക്കുന്ന ഇസ്രായേൽ ജനം. അവിടെ നമ്മൾ കാണുകയാണ്, ഏത് രീതിയിൽ ചിന്തിച്ചാലും മരണം ഉറപ്പാണ്. ഇനി അങ്ങനെ ഒരു സമയത്ത് അവർ നന്നായിട്ട് ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു. മോശ ദൈവം കൊടുത്ത നിർദ്ദേശം അനുസരിച്ച് തൻ്റെ കയ്യിലിരുന്ന വടി കടലിന് നേരെ നീട്ടി, വെള്ളം മാറിപ്പോകുന്നതും ഇസ്രായേൽ ജനത്തിന് അതിലെ കടന്നു പോകാൻ സാധിക്കുന്നതും ഈ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പുറപ്പാട് 14. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അപ്പസ്തോല പ്രവർത്തനം 12-ാം അധ്യായത്തിൻ്റെ കാതലായ സന്ദേശം. അവിടെ പത്രോസ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. ഇസ്രായേൽ ജനം, ദൈവജനം, ആദിമ ക്രൈസ്തവ സമൂഹം തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ദൈവം ഒരു ദൂതനെ അയക്കുന്നു. ആ ദൂതൻ ചെന്ന് പത്രോസിനെ ജയിലിൽ നിന്നും പുറത്തു കൊണ്ടിരുന്നു. ഈ ഇസ്രായേൽ ജനം മൊത്തം അങ്ങോട്ട് ചെന്നെങ്കിലും ഒരുപക്ഷെ അവർക്കിത് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഇനി അവരെല്ലാം ജയിലിൽ അടയ്ക്കപ്പെട്ടേന്. പക്ഷെ നമ്മൾ കാണുകയാണ്, അവർ ചെയ്തത്, അവരിരുന്ന് പ്രാർത്ഥിച്ചു. ദൈവമേ നീ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞ് അവരിരുന്ന് പ്രാർത്ഥിച്ചു. പറയുണ്ട്, ഒരുപാട് നമ്മൾ കിടന്ന് രാവും പകലും ചങ്ക് പൊട്ടി അധ്വാനിക്കുന്നതിനേക്കാൾ ഫലപ്രദമായിരിക്കും അതിലൊരല്പസമയം നമ്മൾ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വെച്ചിട്ട് ആ പ്രാർത്ഥനയിൽ ദൈവം പറയുന്നത് അനുസരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ഏറ്റവും നല്ല റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് ദൈവവചനം പോലും നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്
പകല് മുഴുവൻ അധ്വാനിച്ച യേശു, അയ്യോ കണ്ടമാനം പണിയായിരുന്നു, ഭയങ്കരമായ ക്ഷീണമാണ്, അതുകൊണ്ട് ഞാൻ ഇനി ഇരുന്നാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാണ് എന്നല്ല പറഞ്ഞത്. രാത്രികാലം അവൻ ഒലിവ് മല കയറി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു എന്നുള്ളത് ലൂക്ക 21:37 നമ്മൾ വായിക്കുന്ന ഒരു കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം ചങ്കിൽ കയറിയാൽ, നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമായാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുള്ള ഒരു ജീവിതം പണിതുയർത്തുവാൻ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് ഈ ബലിയിൽ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം.